കൊല്ലം ചടയമംഗലത്ത് യുവാവ് കുത്തേറ്റ് മരിച്ചത് CITU തൊഴിലാളി കലയം സ്വദേശി സുധീഷ്. കുത്തേറ്റത് ബാർലെ സെക്യൂരിറ്റി ജീവനക്കാരനുമായുള്ള വാക്ക് തർക്കത്തിനിടെ. സെക്യൂരിറ്റി ജീവനക്കാരൻ ജിബിൻ പോലീസ് കസ്റ്റഡിയിൽ. ചടയമംഗലത്ത് ഇന്ന് പ്രാദേശിക ഹർത്താൽ. കോഴിക്കോട് നിർത്തിയിട്ട കാറിൽ നിന്നും 40 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ 2 പ്രതികൾ പിടിയിൽ. ആലക്കുൾ സ്വദേശി റയീസിന്റെ പണം മോഷ്ടിച്ചത് ബുധനാഴ്ച. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഓഫ് പോലീസ്. കവർച്ചയുടെ CCTV ദൃശ്യം കേരള വിഷൻ ന്യൂസ്. എറണാകുളം വടക്കൻ പറവൂരിൽ ലഹരി മരുന്നിനായി വ്യാജക്കുറിപ്പടി തയ്യാറാക്കിയതിൽ 2 പേർ പിടിയിൽ. പിടിയിലായത് പറവൂർ സ്വദേശിയായ നിക്സൺ, സനൂപ് എന്നിവർ. ഇരുവരും വ്യാജക്കുറിപ്പടി ഉണ്ടാക്കി നൈട്രോസെപ്പാം ഗുളികകൾ വാങ്ങി. ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരം 42ാം ദിവസത്തിലേക്ക്. 3 പേരുടെ നിരാഹാര സമരവും തുടരുന്നു. ആശാപ്രവർത്തകർ നാളെ കൂട്ട നിരാഹാരമെത്തും. സർക്കാരിനെതിരെ താമരശ്ശേരി രൂപതയുടെ ഇടയലേഖനം. ക്രൈസ്തവ സമുദായത്തിന്റെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്നു. എയ്ഡഡ് നിയമങ്ങൾ അട്ടിമറിക്കുന്നുവെന്നും ഇടയലേഖനം. ലഹരിക്കെതിരെ കത്തോലിക്ക സഭ. പള്ളികളിൽ പ്രത്യേക സർക്കുലർ. സർക്കാരിന് പണം കണ്ടെത്താനുള്ള കുറുക്കുവഴിയാണ് മദ്യവിൽപ്പനയെന്ന് KCBC. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ മരിച്ച കുഞ്ഞിന് ന്യൂമോണിയ എന്ന സ്ഥിരീകരണം. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. റിപ്പോർട്ടിൽ അണുബാധ കണ്ടെത്തി. കുഞ്ഞ് പരിക്കാനിടയാക്കിയ സാഹചര്യം സംശയാസ്പദം. 1 മാസത്തിനിടയിൽ ജീവൻ നഷ്ടമായത് 2 കുഞ്ഞുങ്ങൾക്ക്. BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ ഇന്നറിയാം. കോർ കമ്മിറ്റി യോഗത്തിൽ കേന്ദ്ര തീരുമാനം പ്രകാശ് ജാവ്ദേക്കർ അറിയിക്കും. K. സുരേന്ദ്രൻ തുടരുമോ, പുതിയ മുഖം വരുമോ എന്നതിൽ ആകാംക്ഷ. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയതിൽ റിപ്പോർട്ട് പുറത്തുവിട്ട് സുപ്രീംകോടതി. കണ്ടെത്തലുകൾ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ അന്വേഷണത്തിൽ. വിശദമായ അന്വേഷണം വേണമെന്ന് ചീഫ് ജസ്റ്റിസ്. കത്തിയ നോട്ട് കെട്ടുകളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും പുറത്തുവിട്ടു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് ആശുപത്രി വിടും. 2 മാസത്തെ വിശ്രമം ആവശ്യമെന്ന് ഡോക്ടർമാർ. വത്തിക്കാനിലെ ജെമല്ലി ആശുപത്രിക്ക് മുന്നിൽ വിശ്വാസികളെ ആശീർവദിക്കും. മാർപ്പാപ്പ ആശുപത്രി വിടുന്നത് 5 ആഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഹൈദരാബാദിനെ നേരിടും. മത്സരം വൈകിട്ട് 3:30 ഹൈദരാബാദിൽ. മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടവും ഇന്ന്.